പഴയ മോഹൻലാലിന്റെ വന്ദനത്തിനകത്ത് മോഹൻലാലിന്റെ ക്യാപ്റ്റന്റെ പേരെന്താന്ന് വെച്ചാൽ ആളത് പറയും, അതിന്റെ ഡയറക്ടർ ആരാന്ന് പറയും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നത്. ഓർമ്മക്കുറവൊന്നും ആരാട്ടല്ലോ. പിന്നെ ആർക്കും പേടിച്ചിട്ടും തിരിച്ചു മറിച്ചും പറയുന്നതിന് അസുഖമുണ്ട് പുള്ളി വെറുതെ ഇരിക്കും, ഓരോന്ന് കളർ വെക്കും പറയും. അതായത് ഒരു കുഴപ്പമാണ്, അല്ലാതെ അയാൾക്ക് ഓർമ്മക്കുറവൊന്നും. ഈ തോക്കിന്റെ കേസിൽ ഇപ്പൊ നിലവിൽ ബാലയുടെ ഭാഗത്താണോ ചെകുത്താന്റെ ഭാഗത്താണോ പാറട്ടനെ? ആറാട്ടൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാലയ്ക്ക് എതിരാണ്. പിന്നെ എന്റെ ഭാഗത്തോട് നിർത്താൻ ഞാൻ ഇപ്പൊ ആറാട്ടനോട് ഇടപെടുന്നില്ല. ആറാട്ടൻ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. ആറാട്ടനുള്ള കമ്പനി നിർത്തി. കാരണം ഇയാളെ ഈ അപവാദം പറയും. നമ്മൾ കൂടെ നടന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലവർക്ക് വിശ്വസിക്കും. ഇവൻ പറയുന്നത് കൊള്ളതാണോ, ഞങ്ങൾ ഇവൻ തമാശയ്ക്കാളെ കൊണ്ട് പറയിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ പറയും. ഇപ്പൊ ഇയാൾ ഈ ബാലയുടെ കേസിൽ ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കത്തില്ല. അത്രയും കളത്രങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒഴിവാക്കില്ല. അയാൾ അത് ബാലയെ പറ്റി പറയത്തില്ല. കാരണം അയാൾക്ക് ബാലയെ പേടിയാണ്. നമ്മളൊരു പേടിയില്ല, എന്തും പറയാം, അത് വേണ്ട. അങ്ങനെ ഇനി അടുപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കലും അടുപ്പിക്കുന്നില്ല, ഈ പരിസരത്ത് അടുപ്പിക്കുന്നില്ല. ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യത്തില്ല. ഇന്നലെ ഏതോ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചത്, അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. എന്നോട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കൂ, അതായതാണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയാൻ പറഞ്ഞത്. ഞാൻ ഒന്നുമില്ല, ക്ഷമയൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് നല്ലൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ടില്ല. ഞാൻ താല്പര്യമില്ലാത്തത് സംസാരിക്കാറില്ല, അത്രേ ഉള്ളൂ. അത് എന്നോട് താല്പര്യമില്ല. ഇത്രയും വലിയ